ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ ചിത്രത്തിന്റെ ടീസർ വന്നിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും കൂടി ചേർന്നിട്ടാണ്. രചനയും സംവിധാനവും ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഉജ്ജ്വലൻ. അച്ഛൻ എന്തിനാ കോക്കാച്ചിന്ന് കേട്ടപ്പോ പേടിച്ചത്? അപ്പൊ ശരിക്കും ഈ കോക്കാച്ചി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലേ? ഉണ്ട്. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ തേങ്ങാമോഷണവും തീർക്കലും മാത്രമല്ലല്ലോ ഉജ്ജ്വലൻ ചെയ്യുന്നത്. കോട്ടയം നസീർ എന്തായാലും കിടിലനായിട്ടുണ്ടല്ലേ. കുറേ ചിത്രങ്ങളായി നമ്മൾ കാണുന്നു. കോട്ടയം നസീറിന്റെ വേഷങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് പക്ക. പണ്ട് ചെയ്തിരുന്ന ആ കോമഡിയിൽ നിന്നൊക്കെ വിട്ടാകുന്ന അദ്ദേഹം അടിപൊളിയായിട്ട് ഓരോ ചിത്രങ്ങളിലൂടെ മുന്നേറി വരുന്നുണ്ട്. സൂപ്പർ. ഒരു നമ്മുടെ മുമ്പിലാണെങ്കിൽ അടുത്ത രണ്ട് ചുവട് നമ്മുടെ പുറകിലായിരിക്കും. ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ എപ്പോഴും മലയാളികളുടെ സ്ഥിരം ഒരു ഇഷ്ട താരം തന്നെയാണ്. പക്ഷെ സിനിമയിലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും സിനിമകളെല്ലാം വമ്പൻ പരാജയമായി മാറിപ്പോകുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ട്രോളുകൾ മേൽക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ. പക്ഷെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മികച്ച രീതിയിൽ മുന്നേറി വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മലയാളികളും നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. പിടിക്കുന്നവരെ ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്റെ മുന്നിൽ സസ്പെക്ട് ആണ്. കത്തിയും കൈകളിലേന്തി അവൻ അടുത്തേക്ക് വരുന്നു. പിന്നെ ചോരയില് കുളിച്ചു കിടക്കുന്ന മേരിയുടെ ശവശരീരം. ഈ മണ്ടമെല്ലാം പറഞ്ഞ പൊട്ടനായ സാറ് വിശ്വസിക്കാമോ? അതടിപൊളിയായിട്ട് ഈ ചിത്രത്തിന്റെ മേക്കിങ്ങും ആ സ്റ്റൈലും ആ രീതിയും ആ ഒരു എന്താ നമ്മളാ ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കുഞ്ഞിരാമായണം ഒക്കെ ചിത്രമില്ല, ആ ചിത്രത്തിന്റെ ഒരു സ്റ്റൈല് പിടിച്ചിട്ടാണ് ഉണ്ടായത്. എനിക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നണത്. ഞാനിപ്പോ എത്തി നിൽക്കുന്നിടത്ത് അവനെത്താൻ അവനിനി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നു. സോഫിയ പോൾ. എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആരാണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും, അത് നിനക്ക് മാത്രമായിരിക്കും. രാമായണം എന്ന ആ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞാന്ന് വെച്ചാൽ ഇതിന്റെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല, ആ പരിസരങ്ങള്, അതുപോലെ വയലുകള്, ആ കടമുറികള്, അതുപോലത്തെ ആ പ്രദേശങ്ങൾ, ഗ്രാമത്തിന്റെ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോഫിയ പോൾ ആണ്. സോഫിയ പോളിന്റെ ചിത്രങ്ങൾ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രങ്ങളാണ്. മിന്നൽ മുരളി, അതുപോലെ തന്നെ കൊണ്ടൽ. സോഫിയ പോൾ ഒരു തരത്തിലും ഒരു സാധാരണ തരത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. കാരണം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാനായിട്ട്, അവരുടെ മനസ്സിൽ കുറെ കാലം നിലനിൽക്കാൻ സാധിക്കുന്ന ചിത്രങ്ങളായിട്ടാണ് സോഫിയ പോൾ എപ്പോഴും കടന്നു വരാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പൊട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ധ്യാൻ ശ്രീനിവാസന്റെ ചിത്രങ്ങളൊക്കെ ബോംബാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ചിത്രം അങ്ങനെ ആ തരത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കില്ല എന്നാണ് ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് കഴിഞ്ഞത് കേട്ടോ. എന്തായാലും ടീസർ മികച്ചതായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ ചിത്രത്തിന് മികവാർന്ന ആശംസകൾ നേരുന്നു. വൻ വിജയമായി മാറട്ടെ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. മിന്നൽ മുരളി എന്നൊക്കെ പറയുന്ന ആ പേരിനോട് ഒരു സാമ്യത കൂടി പുലർത്തുന്നുണ്ട് ഉജ്ജ്വലൻ. അടിപൊളി.